അപ്പം എങ്ങനെ മച്ചാമാരെ തുടങ്ങല്ലേ പരിപാടി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ എണീറ്റപ്പോൾ യൂട്യൂബിൽ അരിമണി കൊണ്ട് പൊരി ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമ്മൾക്കൊന്നും ഇത് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് അറിയാൻ വേണ്ടി അടുക്കളയിൽ പോയാണ്ട് കുറച്ച് അരിമണിയൊക്കെ എടുത്താണ്ട് ഇങ്ങനെ സ്ലോ മോഷനിലിട്ട് കളിച്ചൊരു സംഭവം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണി. സംഭവം എന്താ അറിയോ, അരിമണി കൊണ്ട് പൊരി ഉണ്ടാക്കുന്ന പരിപാടി ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. ഏതായാലും അതിനായിട്ട് കുറച്ച് അരിമണി നമ്മൾ അടുക്കളയിൽ പോയാണ്ട് കുറച്ച് അരിമണിയൊക്കെ കജ്ജി പിടിച്ചാണ്ട് ഉമ്മ കാണാതെ ഒക്കെ കൊണ്ടുവന്നു. അതേപോലെ കുറച്ച് വെള്ളമൊക്കെ പരുന്നാണ്ട് ഇതൊന്ന് കുതിർത്ത് വെക്കണം എന്ന് ഓല് വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ ചെയ്ത് ഏതായാലും ഒരു സ്പൂൺ വെള്ളം ഇട്ടില്ലേ, അല്ലാതെ ഒരു പാട്ട വെള്ളം പരന്നാണ്ട് കുതിർക്കാനല്ല ഓലും പറയുന്നത്. ഒന്നില്ലെങ്കിൽ വെയിലത്ത് വെച്ച് അതേമാതിരി ഒന്ന് 2-3 മണിക്കൂർ ഉണക്കാൻ വെക്കുക. നമുക്ക് കുറേ ടൈം ഉണ്ടാവുകൊണ്ട് നമ്മളേതായാലും വെയിലത്ത് വെച്ചു. അല്ലെങ്കിൽ ഇതേമാതിരി അടുപ്പൊക്കെ കൂട്ടിയാണ്ട് ജസ്റ്റ് ചട്ടിയിലിട്ടാണ്ട് കളറൊന്നും മാറാത്ത ലെവലിലും ചൂടാക്കി എടുക്കുക. അതായത് ആ നനവൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒന്ന് കാണിക്കുക. പിന്നത്തെ സ്റ്റെപ്പാണ് ഒന്നില്ലെങ്കിൽ ഉപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മണൽ പോലത്തെ സാധനം കൊണ്ട് അത് മണൽ ഉപ്പൊക്കെ ചൂടായി എടുക്കുമല്ലോ, നമ്മൾ കടല വറുത്തെടുക്കുമല്ലോ, അതേപോലെ സംഭവം വറുത്തെടുക്കാനാണ് അവർ പറയണത്. എല്ലാം ചൂടാവണം ഉപ്പ്. നമ്മളിത് ഉപ്പ് എടുത്താണ്ടാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. മണലൊന്നും കിട്ടാനില്ലല്ലോ ഇപ്പോൾ സംഭവം. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ വാരിയാണ്ട് കൊണ്ടുവരാണ്ട് സംഭവം പരിപാടി തുടങ്ങി. ഉപ്പ് നന്നായിട്ട് ചൂടാവണം, കട്ടാവാതെ ഇളക്കിക്കൊണ്ടിരിക്കും വേണം ഏതായാലും. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായില്ല തെളിവാണ്. എൻ്റെ കജ്ജ് പൊള്ളിയിട്ടാണ് ഈ ഓടുന്നത് കണ്ടല്ലേ. ക്യാമറ ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയി സംഭവം. കജ്ജ് അമ്മമാരി പൊള്ളൽ പൊള്ളിക്കണം. എന്നാലും എല്ലാം ചൂടായിക്കണം നോക്കിയതാണ്. ഏതായാലും നമുക്കത് സംഭവം അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഉപ്പ് ഏതായാലും ഉപ്പ് കളറ് മാറുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമുക്ക് അരിമണി ഇട്ട് കൊടുക്കണം. ഇത് നടത്തിയിട്ട് വിജയിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ പറയുക, എൻ്റെത് ഏതായാലും പരാജയപ്പെട്ടു. സംഭവം കാണാൻ എനിക്ക് വീഡിയോയിൽ ഏതായാലും വിജയം മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, പരാജയം കാണേണ്ട സംഭവം. എന്നാലേ വിജയത്തിനൊരു ആസ്വാദനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് കവികളൊക്കെ. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ സംഭവം ഇതാ കണ്ടില്ലേ, അരിമണി പൊട്ടിപ്പോരണമെന്നില്ല, പൊയ്യായിട്ട് മാറണമെന്നില്ല. കണ്ടിട്ട് 4 മണിക്കുള്ള ചായക്കടിക്കായി. അത് അരി വറുക്കുക അറിയില്ല, നമ്മളവിടെ അരി വറുക്കാന്ന് അറിയും. അങ്ങനെ ആയി മാറിയിട്ടുണ്ട് ഏതായാലും സംഭവം. ഈ അരി കൊണ്ട് ഉണ്ടാക്കുന്ന പൊരി കാത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇഞ്ചപ്പം ഉണ്ടായിരുന്നു സംഭവം. പക്ഷെ ഓൾക്ക് നിരാശയായ സംഭവം. എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഇത് ഫേക്ക് പെട്ടു പോയതല്ലേ. ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങളും ചെയ്തു നോക്കണം. വിജയിച്ചല്ലേ നിങ്ങൾക്കും അറിയാലോ സംഭവം. വിജയിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഫ്ലോപ്പായി പോയില്ലേ? ചൂടാണ് കട്ടി